നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങളുടെ മധ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. പ്രധാനമായും 3 താരങ്ങളെയാണ് അവർ പരിഗണിക്കുന്നത്. പ്രമുഖ മാധ്യമമായ AS ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആസ്റ്റൺ വില്ലയുടെ ബ്രസീലിയൻ താരമായ ഡഗ്ലസ് ലൂയിസിനെയാണ്. മറ്റൊന്ന് ബയേൺ മ്യൂണിക്കിന്റെ സൂപ്പർ താരമായ ജോഷുവ കിമ്മിച്ചിനെയാണ്. എന്നാൽ ഈ 2 താരങ്ങളെക്കാളുമൊക്കെ മുകളിൽ മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ ബ്രൂണോ ഗുയിമ്രസിനെയാണ്. താരത്തോടുള്ള ഇഷ്ടം നേരത്തെ തന്നെ പെപ് ഗാർഡിയോള ഒരുപാട് തവണ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് തവണ പരസ്യമായിക്കൊണ്ട് തന്നെ പെപ് ഗാർഡിയോള ഈ ഒരു സൂപ്പർ താരത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തെ എന്ത് വില കൊടുത്തും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. 26-കാരനായ താരം ന്യൂകാസിൽ യുണൈറ്റഡിന്റെ പ്രധാനപ്പെട്ട താരമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം ന്യൂകാസിൽ യുണൈറ്റഡുമായി പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിരുന്നു. അതായത് 2028 വരെയുള്ള ഒരു ദീർഘകാലത്തെ കോൺട്രാക്റ്റ് ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡുമായി ബ്രൂണോ ഗുയിമ്രസിന് അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനുകൂലമായ ഒരു കാര്യം എന്തെന്നാൽ താരത്തിന്റെ റിലീസ് ക്ലോസ് 100 മില്യൺ പൗണ്ടാണ്. അതായത് ഈ 100 മില്യൺ പൗണ്ട് നൽകി കഴിഞ്ഞാൽ ബ്രൂണോ ഗുയിമ്രസിനെ സ്വന്തമാക്കാൻ, ബ്രൂണോ ഗുയിമ്രസിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്കും പെപ് ഗാർഡിയോളക്കും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തുക പോലും 100 മില്യൺ പൗണ്ട് എന്ന വലിയ തുക പോലും താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ബ്രൂണോ ഗുയിമ്രസ്. അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.